പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഓരോരുത്തരെയും അടുത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് ജീവിതത്തിലിടയാക്കിയ മഹാകൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അവിടുന്ന് വലിയ വിടുതലാണ്, അത് നന്മയാണ്, അത് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ മാറ്റിമറിക്കുന്നതാണ്, രൂപാന്തരപ്പെടുത്തുന്നതാണ്, കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. കർത്താവിനെ പോലെ നമ്മെ ആക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോഴും അതനുസരിക്കുമ്പോഴുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത്, ഉത്തരം ലഭിക്കേണ്ടതിന് നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ 5 വിധ കാര്യങ്ങളാണ് ഇന്ന് നാം കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കാനായി പോകുന്നത്. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് മിക്ക മനുഷ്യരും പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തോട് സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ്. സൃഷ്ടാവായ ദൈവത്തോട് ബന്ധപ്പെടുവാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം ശരീരത്തിൽ ആഹാരം കഴിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു, നമ്മുടെ പുഷ്ടിക്കും ആരോഗ്യത്തിനുമൊക്കെ കാരണമായി തീരുന്നത് പോലെയാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലാത്തൊരു ദൈവ പൈതലിന് ഒരിക്കലും ആത്മീക പുഷ്ടി പ്രാപിപ്പാൻ കഴിയത്തില്ല. ആത്മീകമായി ബലപ്പെടണമെങ്കിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. നാം വിവിധ വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അവന് മറുപടി തരുവാൻ കഴിയും. ജീവനുള്ള ദൈവമാണ് നാം സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ശക്തനായ ദൈവമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ അനേക ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ കർത്താവ് ഉത്തരം നൽകി കൊടുത്തിട്ടുണ്ട്. ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകി കൊടുക്കാറുണ്ട്, ചില പ്രാർത്ഥനയ്ക്ക് കുറേ സമയമെടുത്ത് ഉത്തരം ലഭിക്കാറുണ്ട്. എന്നാലും പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ഒരു സമയത്ത്, ഒരു വ്യക്തിക്ക് എപ്പം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമെന്ന് അറിയാവുന്ന കർത്താവ് തക്ക സമയത്ത് പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകി തന്നിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞതായ കാര്യമാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും നമുക്ക് ഉത്തരം ലഭിക്കുവാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഉത്തരം ലഭിക്കേണ്ടതിന് നാം ആദ്യമായി ചെയ്യേണ്ടത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് നാം വിശ്വസിക്കണം. വിശ്വസിക്കാതെ നമുക്ക് ഒരിക്കലും അതിന് മറുപടി ലഭിക്കത്തില്ല. നമ്മുടെ കർത്താവിനെ കൊണ്ട് അത് നമുക്ക് ചെയ്തു തരുവാൻ കഴിയുമെന്ന് നാം വാസ്തവമായി വിശ്വസിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ അതിനുള്ളൊരു ഉദാഹരണം ചിന്തിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ അനേകർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് അനേക വിഷയങ്ങളുമായിട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് അവരുടെ വിഷയങ്ങൾക്കെല്ലാം തക്ക സമയത്ത് മറുപടിയെ കൊടുത്ത് അവരെ സന്തോഷത്തോടെ പറഞ്ഞയച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു വന്ന ആരും വെറുതെ കടന്നു പോയിട്ടില്ല. നമ്മുടെ കർത്താവ് അതുപോലെ ഒരു പ്രവൃത്തി ചെയ്തത് നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഒരു ശതാധിപൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു വന്നു. ശതാധിപൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ, 100 പേർക്ക് അധിപതിയായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. ആ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നതായ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ബാല്യക്കാരനാണ്. അവൻ്റെ ശരീരത്തിൽ പക്ഷവാതം പിടിച്ച് കിടപ്പിലായെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. വളരെ വേദനപ്പെട്ട് അവൻ കിടക്കുമ്പോൾ അവൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അവനോട് മനസ്സലിവ് തോന്നിയിട്ട് അവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ ശതാധിപന് അറിയാം, കേട്ടുകേഴ്വിയുണ്ട്. ആ ശതാധിപൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നു എന്നവനോട് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു.
ഈ ശതാധിപനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നവനെ സൗഖ്യമാക്കുന്നു. എന്നാൽ ഉടനെ ശതാധിപൻ പറയുകയാണ്, കർത്താവെ, നീ എൻ്റെ പുരയ്ക്ക് അകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഇവിടെ നാം ചിന്തിക്കുന്നത്, ഒരു ശതാധിപൻ എന്ന് പറയുന്നവന് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ലെവലിലുള്ളതായ ഒരു മനുഷ്യനാണ്. എന്നാൽ അവൻ യേശു കർത്താവ് അവൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമെന്ന് പറഞ്ഞപ്പോഴും ആ ശതാധിപൻ പറയുവാണ്, കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. കാരണം ആ ശതാധിപന് മനസ്സിലായി കർത്താവ് ആരാണെന്ന്. കർത്താവ് വലിയവനായ യേശു ക്രിസ്തു എൻ്റെ അടുത്ത് കടന്നു വരുവാൻ ഞാൻ ഒന്നുമില്ല എന്ന് ആ ശതാധിപന് തൻ്റെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. യേശു കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ഒന്നുമില്ല, എനിക്കൊരു യോഗ്യതയുമില്ല. കർത്താവിൻ്റെ വീട്ടിൽ വരുവാനോ അവൻ്റെ മുമ്പിൽ നിൽക്കാനോ ഒന്നും എനിക്കൊരു യോഗ്യതയില്ല എന്ന ശതാധിപന് തന്നെത്താൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ആ ശതാധിപൻ പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. പിന്നെ ശതാധിപൻ പറയുന്നത്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം നമ്മെ തന്നെ കാണുന്നവരായിരിക്കണം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നാം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് കാണണം. എനിക്കൊരു യോഗ്യതയുമില്ല കർത്താവെ നിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ. പക്ഷേ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങനെ യോഗ്യനാക്കി തീർത്തു. അതുകൊണ്ട് ദൈവമേ, നീ എന്നെ യോഗ്യനാക്കി തീർത്തത് നിനക്ക് നന്ദി. ഞാൻ ഒന്നുമില്ല എന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ. അങ്ങനെ അതേ ഒന്നുമില്ല എന്നുള്ള തോന്നൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ശതാധിപൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ആ ശതാധിപൻ പറയുന്നു, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അതവൻ പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ്. അവൻ പറയുന്നത്, ഞാനും അധികാരത്തിന് കീഴിലുള്ളൊരു മനുഷ്യനാണ്. ഞാൻ എൻ്റെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥനോട് നീ പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും, നീ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും. അപ്പം യേശു കർത്താവിനെ അവൻ മനസ്സിലാക്കിയത്, കർത്താവായ യേശു ക്രിസ്തു ഒരു അധികാരിയാണെന്ന് അവൻ മനസ്സിലാക്കി തീർത്തു. പുറജാതിക്കാരനായ ശതാധിപന് യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയുവാനിടയായി തീർന്നു. ഒന്നാമതവന് യേശുവിൻ്റെ മുൻപിൽ, യേശുവിൻ്റെ വീട്ടിൽ കടന്നു വരുവാൻ എനിക്കൊരു യോഗ്യതയില്ലെന്ന് മനസ്സിലായി. എനിക്ക് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലായി. രണ്ടാമതവന് മനസ്സിലാക്കിയത് യേശു കർത്താവ് സകലത്തിൻ്റെയും അധികാരിയാണെന്ന് മനസ്സിലാക്കി. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കാരണം അധികാരിയാകുന്ന കർത്താവിൻ്റെ ഒരു വാക്കിൻ്റെ വില അവൻ നന്നായി മനസ്സിലാക്കി. കാരണം അവനും അധികാരത്തിന് കീഴിലിരിക്കുന്നതായ ഒരു മനുഷ്യനായതുകൊണ്ട് അവനേക്കാൾ ഒത്തിരി ഉയരത്തിലിരിക്കുന്ന അധികാരിയായ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്നവൻ പൂർണ്ണമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അത് നാം വായിക്കുമ്പോൾ അവൻ്റെ ബാല്യക്കാരൻ പൂർണ്ണമായി അവിടെ സൗഖ്യം പ്രാപിപ്പാനിടയായി തീർന്നു. ഇവൻ്റെ ഈ ആഴമേറിയ വിശ്വാസം കണ്ടപ്പോൾ കർത്താവിന് തന്നെ അത്ഭുതം തോന്നി. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ശതാധിപൻ എന്നുള്ളത്. അവൻ്റെ ആ ലെവൽ അവൻ നിന്നുകൊണ്ട് അവൻ യേശുവിനെ അറിയുവാൻ, യേശു ആരാണെന്ന് അവൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. അവൻ്റെ ബാല്യക്കാരന് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാനും ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അധികാരം, കർത്താവ് ആരാണെന്നുള്ളത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിനാൽ സകലതും സാധിക്കും. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നാം പൂർണ്ണമായി നമ്മുടെ കർത്താവിൻ്റെ അധികാരത്തെ നാം പൂർണ്ണമായി വിശ്വസിക്കണം. അങ്ങനെ നാം വിശ്വസിച്ചുകൊണ്ട് നാം എന്ത് ദൈവസന്നിധിയിൽ യാചിച്ചാലും നമുക്ക് ലഭിപ്പാൻ ഇടയായിത്തീരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒന്നാമതായിട്ട് നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവിനാൽ സകലതും കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയമായാലും, നിങ്ങളുടെ ആത്മീക വിഷയമായാലും, നിങ്ങളുടെ ഭൗതിക വിഷയമായാലും, നിങ്ങളുടെ ശാരീരിക വിഷയമായാലും, നിങ്ങളുടെ മാനസിക വിഷയമായാലും, നിങ്ങളെ അലട്ടുന്നതായ ഏത് വിഷയമായാലും
ആദ്യമായി നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവെ ഞാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമത്, എൻ്റെ കർത്താവ് ഒരു സകലതും കഴിയും, അവൻ അധികാരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ നമുക്കൊരു വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ഇടയായിത്തീരും. രണ്ടാമതായി പ്രിയ ദൈവമക്കളെ, നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഉറപ്പോടെ പ്രാർത്ഥിക്കണം. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളൊരു വലിയ ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കറിയാം ഒത്തിരി കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ഉറപ്പോടെ നാം പ്രാർത്ഥിക്കേണ്ടതായ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നാം വായിക്കുമ്പോൾ, പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഉറപ്പോടെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനൊരു എക്സാമ്പിളാണ്. 12 വർഷക്കാലം രക്തസ്രാവമായിരുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ശാരീരികമായി ഒത്തിരി ബലഹീനമായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവളുടെ മുതലെല്ലാം വിറ്റ് വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ട് ഒരു ഭേദവും വരാഞ്ഞ ഒരു സഹോദരിയാണ്. അവൾ വളരെ ക്ഷീണിതയായി, മാനസികവും ശാരീരികവുമായിട്ടൊക്കെ ക്ഷീണിച്ച്, അവൾക്കൊരു വൈദ്യന്മാരൊക്കെ ഒത്തിരി ചികിത്സിച്ചിട്ടും യാതൊരു വിടുതലുമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സഹോദരിയാണ്. എന്നാൽ അവൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ വാസ്തവമായി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ട് അവൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു ചെല്ലും, യേശുവിനെ സൗഖ്യമാക്കുമെന്നുള്ളൊരു ഉറപ്പ് അവളുടെ ഹൃദയത്തിൽ അവൾ തീരുമാനിച്ചിട്ടാണ് അവൾ ഭവനത്തിൽ നിന്ന് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു പോയത്. അവൾ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു ചെന്നപ്പോഴും അവൾക്ക് അവിടെ വളരെ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. അവൾക്ക് യേശുവിൻ്റെ മുൻപിൽ ചെല്ലുവാൻ കഴിയാത്തൊരനുഭവമായിരുന്നു. കാരണം യേശു അവളെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കാൻ തക്കവണ്ണം അവിടെ ഒരുപക്ഷെങ്കിൽ ജനത്തിൻ്റെ ഒരുപാട് തിക്ക് തിരക്കുണ്ടായതുകൊണ്ടായിരിക്കാം യേശുവിൻ്റെ അടുത്ത് അവൾക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. അവൾ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം ഒന്ന് തൊടുവാനിടയായി തീർന്നു. കാരണം അവൾക്കറിയാം, സൗഖ്യമാക്കാൻ കഴിവുള്ള യേശുക്രിസ്തു എന്നെ തൻ്റെ കരം തൊട്ട് സൗഖ്യമാക്കിയില്ലെങ്കിലും ആ യേശുവിൻ്റെ വസ്ത്രം തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾക്കൊരു പൂർണ്ണമായൊരു ഉറപ്പ് അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉടലെടുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട സഹോദരി യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ ചെന്ന് തൊട്ടത്. യേശു ആരാണെന്നും യേശുവിലൂടെ പുറപ്പെടുന്ന ശക്തി എന്താണെന്നും അവൾ വാസ്തവമായി മനസ്സിലാക്കിയിട്ട് അവൾ പൂർണ്ണമായി ഒരു ഉറപ്പോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊടുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ അവൾക്ക് പൂർണ്ണ ഒരു സൗഖ്യം ലഭിക്കുന്ന അവളുടെ ശരീരത്തിൽ അവൾ അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നാം വെറുതെ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വിഷയത്തിന്, നിങ്ങളുടെ രോഗമായാലും നിങ്ങളുടെ എന്ത് തന്നെ വിഷയമായിരുന്നാലും നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ കർത്താവ് എന്നെ തീർച്ചയായിട്ടും എൻ്റെ വിഷയത്തിനൊരു പരിഹാരം തരും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വലിയ വിടുതൽ, ഒരു വിടുതൽ നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത്, നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, 2 പേര് പ്രാർത്ഥനാ സ്ഥലത്ത് പോയി. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ 2 പേര് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നു.
ഒരു പരീശനും ഒരു ചുങ്കക്കാരനും. ചുങ്കക്കാരൻ എന്ന് പറയുന്നത് എല്ലാവരാലും വെറുക്കപ്പെട്ട മനുഷ്യനാണ്. പരീശനെന്ന് പറഞ്ഞാൽ അവൻ ആത്മീകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് അവർ ന്യായപ്രമാണം അനുസരിച്ച് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ മാറത്തടിച്ചു, കർത്താവേ എന്നോട് കരുണ തോന്നണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, ഞാൻ ഒന്നുമില്ല, കർത്താവേ എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് അലറി വിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞവൻ പ്രാർത്ഥിച്ചു. പരീശൻ മറ്റവനെ നോക്കി പ്രാർത്ഥിച്ചു, ഞാൻ ഇവനെ പോലെ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ എല്ലാറ്റിലും പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു, ഞാൻ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഞാൻ ഭക്തനായി വചനമനുസരിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ചുങ്കക്കാരൻ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചവനായി, നീതീകരണം ലഭിച്ചവനായി കടന്നുപോയി. പരീശൻ വന്ന പോലെ കടന്നുപോയി. അവന് ദൈവസന്നിധിയിൽ നിന്നൊന്നും പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നാം ഏതു നിമിഷമായാലും ഏതു സമയമായാലും നാം ദൈവപാദപീഠത്തിൽ താഴ്മയോടുകൂടെ ദൈവസന്നിധിയിൽ നാം ആയിരുന്നാൽ, നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി, നമ്മെ തന്നെ ഒന്ന് കണ്ട്, കർത്താവെ ഞാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി, ആ ചുങ്കക്കാരനെ പോലെ അപ്പാ നിൻ്റെ രക്തത്താൽ നീ എന്നെ കഴുകി, ഹല്ലേലൂയ, നിൻ്റെ ഒരു പൈതലാക്കി തീർത്തത് കൊണ്ട് മാത്രം ഞാൻ ദൈവസന്നിധി നിൽക്കുന്നു എന്നുള്ളൊരു, ഞാൻ ഒന്നുമില്ല എന്നുള്ള ഒരു സമർപ്പണത്തോടു കൂടെ നാം ആയിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് നമുക്ക് മറുപടി തരുവാനിടയായിത്തീരും. പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും നാം ദൈവസന്നിധിയിൽ, ഞാൻ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ്, നാം നാളുകളായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അല്ലേ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, അതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയോടുകൂടെ നാം ദൈവപാദപീഠത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. കാരണം മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വളരെയധികം കുറവുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ നാം ദൈവസന്നിധിയിൽ വാസ്തവമായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പഴയ നിയമത്തിൽ നാം ഒരു എക്സാമ്പിൾ ചിന്തിച്ചാൽ, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം ദൈവസന്നിധിയിൽ ലോത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, പൊടിയും വെണ്ണീറുമായ അടിയൻ്റെ ഹല്ലേലൂയ, അടിയനങ്ങയോട് സംസാരിക്കട്ടെ എന്ന്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം, എന്നും യാഗം കഴിക്കുന്നവനാണ്. എങ്കിലും ദൈവസന്നിധിയിൽ നിന്നപ്പോൾ അബ്രഹാം തന്നെ സമർപ്പിച്ച്, കർത്താവേ ഞാൻ ഒന്നുമില്ല, ഞാൻ പൊടിയും വെണ്ണീറുമായവനാണെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു അനുഭവം. ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഹല്ലേലൂയ മറുപടി കൊടുത്ത് ലോത്തിനെ കർത്താവ് അവിടുന്ന് വിടുവിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ അങ്ങനെ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് മറുപടി തരുവാനിടയായിത്തീരും. ഞാൻ ഒരിക്കലും നമ്മെ വെറും കൈയോടെ വിടുന്ന കർത്താവല്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അടുത്തതായിട്ട് നാം ഹല്ലേലൂയ ചിന്തിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ, നാം കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇടയായിത്തീരും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം നാം പഠിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 11-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു കുടുംബത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. മാർത്തയും മറിയയും ലാസറും ബഥാനിയയിലുള്ള ഒരു കുടുംബമാണ്. യേശുക്രിസ്തു പലപ്പോഴും ആ കുടുംബത്തിൽ കടന്നു ചെന്നിട്ടുള്ളതായ ഒരു കുടുംബമാണ്. യേശുക്രിസ്തുവിനെ അവർ സഹോദരിമാർ വളരെയധികം സ്വീകരിക്കുകയും കർത്താവിനെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത് ദൈവപാദപ്പെടുത്തിയിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായ ഒരു കുടുംബമാണ്. എന്നാൽ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട അവരുടെ സഹോദരനായ ലാസർ ഒരു ദിവസം ദീനമായി കിടന്നപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ അറിയിക്കുവാനിടയായി തീർന്നു. എന്നാൽ യേശു ക്രിസ്തു തക്ക സമയത്ത് കടന്നു വന്നില്ല. ലാസർ മരിച്ച് പോകുവാനിടയായി തീർന്നു. അവനെ അടക്കി 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ആ ഭവനത്തിൽ കടന്നു വന്നത്. യേശു ക്രിസ്തു കടന്നു വന്ന് ആ ഭവനത്തിൻ്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഹല്ലേലൂയ ആ മാർത്തയുടെയും മറിയയുടെയും ഹല്ലേലൂയ കണ്ണുനീര്
കണ്ടപ്പോൾ ആമേൻ കർത്താവിന് ആ കുടുംബത്തോട് മനസ്സലിവ് തോന്നുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കണ്ണുനീര് കണ്ട് നമ്മുടെ കർത്താവ് മനസ്സലിയുന്നവനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവും അവരോട് കൂടെ കണ്ണുനീർ വാർത്തു എന്നാണ് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തു അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ അവരുടെ വിഷയത്തിന് ഒരു വലിയ വിടുതൽ കൊടുക്കുവാനിടയായി തീർന്നു. മരിച്ച് നാറ്റം വെച്ച 4 ദിവസമായ ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. കണ്ണുനീരിൻ്റെ മുൻപിൽ മറികടന്നു പോകാത്ത ദൈവം ഹല്ലേലൂയ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ നമ്മുടെ കണ്ണുനീരിന് ഹല്ലേലൂയ കഴിയും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ലാസറിൻ്റെയും ഹല്ലേലൂയ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ അതാണ് നടന്നത്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ അതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനായിരുന്ന് അവരുടെ വിഷയങ്ങൾക്ക് മറുപടി കൊടുത്തതായ വിഷയങ്ങൾ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നാം ചിന്തിച്ചാൽ ഹന്നയുടെ ജീവിതത്തിൽ ഒരുപാട് മനോഭാരങ്ങൾ അവൾക്കുണ്ടായി. അവളുടെ സഹോദരിയായ പെനീന അവളെ ഹന്നയ്ക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് ഹന്നയെ നിന്ദിക്കുകയും പഴിക്കുകയും ദൂഷിക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി അവസ്ഥകൾ ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ ഹന്ന ദൈവസന്നിധിയിൽ നിന്ന് ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതകരമായിട്ടൊരു മറുപടി കൊടുത്തു. ഒരു മകനെ അവൾക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ നമ്മുടെ കർത്താവ് മറികടന്നൊരിക്കലും പോകത്തില്ല. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുവാനിടയായി തീരും. നിങ്ങൾ കണ്ണുനീരോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരെയും വിഷയങ്ങൾക്ക് കർത്താവ് തക്ക സമയത്ത് മറുപടി തരുവാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ദൈവം മറുപടി തരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം ചിന്തിച്ചാൽ ഹല്ലേലൂയ നാം ശുദ്ധീകരണത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ കാര്യമാണ് നാം ശുദ്ധീകരണത്തോടുകൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് 51-ാം സങ്കീർത്തനം നാം പഠിച്ചാൽ ദാവീദിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദ് വലിയൊരു രാജാവായിരുന്നു, എന്നൊരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. ദൈവം ചെറുപ്പത്തിലെ തന്നെ അവനെ അഭിഷേകം ചെയ്ത കർത്താവ് അവനെ ഉപയോഗിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ ദാവീദ് ദൈവസന്നിധിയിൽ തൻ്റെ പാപത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ കിടന്ന കണ്ണുനീരോട് കൂടെ ഹല്ലേലൂയ കരയുവാനിടയായി തീർന്നു. കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്, എൻ്റെ പാപം പോക്കുമാറാകണമേ എന്ന് 81-ാം സങ്കീർത്തനം ആദ്യം മുതൽ അവസാനം വരെ നാം വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദാവീദ് കണ്ണുനീരോടുകൂടെ അവൻ്റെ പാപത്തിന് വേണ്ടി മോചനം ലഭിക്കുന്നതിന് വേണ്ടി അവന് കണ്ണുനീരോടുകൂടെ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് കാണുന്നു. ശുദ്ധീകരണത്തിന് വേണ്ടി അവൻ ദൈവസന്നിധിയിലിരുന്ന് കരയുന്നതായിട്ട് കാണുന്നു. ആ വാക്യത്തിൽ കർത്താവ് അവനെ ശുദ്ധീകരിച്ച് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ പാപം നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. മനുഷ്യനാകുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങൾ ഹല്ലേലൂയ തെറ്റുകൾ കുറവുകളൊക്കെ കടന്നു വരാറുണ്ടെന്നാൽ അത് നാം വെച്ചുകൊണ്ടിരിക്കാതെ വണ്ണം ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കിടന്ന് കരഞ്ഞ ആളുകളെ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപം പോക്കുവാൻ കാൽവറി ക്രൂശിൽ തൻ്റെ ജീവനെ തന്ന കർത്താവ് ഹല്ലേലൂയ നമ്മൾ പാപിയായിരുന്നപ്പോൾ ഹല്ലേലൂയ നമ്മൾക്ക് പകരമായിട്ട് കാൽവറി ക്രൂശിൽ നാം മരിക്കേണ്ടുന്ന സ്ഥാനത്ത് അവൻ മരണപ്പെട്ടിട്ട് നമുക്ക് പകരക്കാരനായി കർത്താവ് മരിച്ചത് നമ്മുടെ പാപങ്ങളിൽ നമ്മെ മോചിപ്പിച്ചു
പ്രമോചിക്കാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. താൻ്റെ ഹല്ലേലൂയ ആ മഹിമയിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിനാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ കടന്നു വരുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ നാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഹല്ലേലൂയ കർത്താവ് നമ്മോട് കരുണ കാണിച്ച് നമ്മെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നമ്മൾ തന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ശുദ്ധീകരണത്തോടു കൂടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകി തരുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ഇവിടെ 5 വിഷയങ്ങളാണ്, പോയിന്റുകളാണ് പറയുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയിൽ ഹല്ലേലൂയ എങ്ങനെ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കണം, കർത്താവ് നമുക്ക് ഉത്തരം നൽകി തരേണ്ടതിന് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതായ 5 കാര്യങ്ങളാണ് നാം കേൾക്കുവാനിടയായി തീർന്നത്. ഒന്നാമതായി നാം വിശ്വാസത്തോടു കൂടെ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നാം ഹല്ലേലൂയ ഉറപ്പോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നാം ഹല്ലേലൂയ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കണം. സ്തോത്രം. നാലാമതായിട്ട് നാം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം. അഞ്ചാമതായിട്ട് നാം ശുദ്ധീകരണത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും. ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറികടന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ കേൾക്കും. നമ്മെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ ഏത് വിഷയമായാലും കർത്താവോട് പരിഹാരം തരുവാനിടയായി തീരും. സ്തോത്രം. എന്നാൽ നമ്മുടെ ഹല്ലേലൂയ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആത്മീക വിഷയങ്ങൾ, ആത്മീക വളർച്ച ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന് സ്തോത്രം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് നാം എങ്ങനെ അടുക്കണമോ അപ്രകാരം നാം ദൈവത്തോട് അടുക്കേണ്ടതിന് നാം മുട്ടിപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥന ഉറ്റിരിപ്പാൻ, ആത്മീക ജീവിതത്തിൽ നിലനിൽപ്പാൻ കഴിയാതെ വണ്ണം പലപ്പോഴും അവസ്ഥകൾ നമ്മെ പിന്തിരിപ്പിക്കുന്ന പല ശക്തികളുമുണ്ട്. അതിൽ നിന്നൊക്കെ വിടുതൽ നേടേണ്ടതിന് നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മളങ്ങനെ ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥനയോട് നാം അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഒരു വളർച്ച, ഒരു വലിയ മാറ്റം നമ്മൾക്ക് കാണുവാനിടയായിത്തീരും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് എല്ലാം വലിയൊരു മാറ്റം ഉണ്ടാകുവാനിടയായിത്തീരും. നമ്മുടെ ദേശത്ത് വലിയൊരു മാറ്റം ഉണ്ടാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവൻ എന്നും ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ഒരു ദൈവമാണ്. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ മാറിപ്പോകാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന വിഷയം ഇതുവരെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തന്നിട്ടില്ല എങ്കിൽ, ഇതുവരെയും നിങ്ങൾക്ക് ഇങ്ങനെ പ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇതുപോലെ ദൈവസന്നിധിയോട് നടുത്താട്ട് ഹല്ലേലൂയ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ഹല്ലേലൂയ നിങ്ങളൊന്ന് ഇറങ്ങിച്ചെന്നാട്ട് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് പൂർണ്ണമായി കർത്താവിൽ നിന്ന് വിശ്വസിച്ചാട്ട് ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ കർത്താവിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഉറപ്പോടെ ദൈവം എൻ്റെ വിഷയത്തിന് മറുപടി തരുമെന്നൊരു വലിയ ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തിയാട്ട് ഹല്ലേലൂയ നിങ്ങൾ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധി നിങ്ങളുടെ വിഷയങ്ങളെ അർപ്പിച്ചാട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ട് നാം ഒരു ശുദ്ധീകരണത്തോടു കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായാലും കർത്താവ് നിങ്ങൾക്ക് മറുപടി നൽകി തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അവൻ ഇന്നും പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതിനായി ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇതുവരെയും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഇന്നു മുതൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതിനായി ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ അപ്രകാരം പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളുടെ വിഷയത്തിന് പൂർണ്ണ വിടുതൽ നൽകി തരുവാനിടയായിത്തീരും. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാം കർത്താവ് അതിനായി ഒരുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടേതായ ഹല്ലേലൂയ വിഷയങ്ങളൊക്കെ ഞങ്ങളുമായി ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഉറപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാതെ ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്നുള്ള ചോദ്യവുമായിട്ട് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് അവരോട് സംസാരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം, ദൈവത്തിൻ്റെ വചനപ്രകാരം ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവോടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവ ഉയരത്തിൽ ജീവിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. അവരുടെയൊക്കെ വിഷയങ്ങളുടെ മുഖത്ത് കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ജീവിതങ്ങളാ വേദനയിലും കഷ്ടത്തിലും ദുഃഖത്തിലും ഭാരത്തിലും രോഗത്തിലും നെടുവീർപ്പിലും ഹല്ലേലൂയ ദൈവമെൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്നുള്ള ചിന്തയോടുകൂടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധ കർത്താവേ, അവരോട് ദൈവ മനസ്സറിഞ്ഞ് കരുണ കാണിച്ച് അവരുടെ വിഷയത്തിന്മേൽ കർത്താവേ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരെ ആത്മീകമായ ദൈവം വളർത്തുമാറാകണമേ. കർത്താവിനോട് അവരടുക്കുവാൻ പ്രാർത്ഥനയിലൂടെ ഹല്ലേലൂയ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന ദൈവത്തോട് അവരടുക്കുവാൻ കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കേൾവിക്കാരെയും കർത്താവോടുന്ന് അനുഗ്രഹിച്ചാട്ട് കർത്താവേ ഹല്ലേലൂയ അങ്ങ് അവരെ സഹായിച്ചാട്ട് അങ്ങവരെ നടത്തിയാട്ട് പരിപാലിച്ചാട്ട് സ്തോത്രം. അടിയനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇത്രത്തോളം സമയം ആയിരിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ. സ്തോത്രം.